എല്ലാവർക്കും ഷോജസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചോളം കമ്പം വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റംസാണ്. കുറേ ആയില്ലേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോളം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇട്ടതിന് ശേഷം ഒരു 1-2 വിസിൽ നമ്മളുടെ കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് ഒരു 10 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഇതേപോലെ കുക്കർ ഒരു അരപ്പാത്രം, ഇതിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ ആണെങ്കിൽ ഒരു അരപ്പാത്രം വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ചോളം ഇടുന്നതിന് ശേഷം ഒരു 2 വിസിലോ അല്ലെങ്കിൽ 3 വിസിലോ അടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചോളത്തിൻ്റെ മൂപ്പ് പോലെ ഇരിക്കും. ചില ചോളം കുറച്ച് ഹാർഡാണെങ്കിൽ ഒരു 3-4 വിസിൽ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വിസിലോ 2 വിസിലോ ഒക്കെ അടിച്ചാൽ മതി. എന്നിട്ട് അതിൽ ഉപ്പിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അധികം ഉപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 1-2 വിസിലടിച്ച് കഴിഞ്ഞത് ഓഫാക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ശരിക്കും ഇതൊരു സാലഡ് ആയിട്ടാണ് കേട്ടോ. തക്കാളി, അതുപോലെ സബോള, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ സോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക. നല്ല സ്മെല്ലാണ് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ കുക്കർ ഇതാ വിസിലടിച്ച് തുടങ്ങി. 2 വിസിലടിച്ച് ഓഫാക്കി അത് നമ്മൾ വെള്ളം നന്നായി ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇത് ഉരിച്ചെടുക്കണം. ഇതിൻ്റെ കോൺസ് അതിൻ്റെ മുകളിൽ നിന്ന് ഉരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരിച്ചെടുത്തിട്ട് ഈ ഐറ്റംസൊക്കെ അതിലിട്ട് ജസ്റ്റ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അത് ആദ്യം നമ്മൾ ഉരിച്ചെടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ അതിൽ ആഡ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സബോള, ഞാനൊരു ഇപ്പോൾ എനിക്ക് അധികം ഞാൻ സാലഡിനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അര സബോള, പിന്നെ തക്കാളി, അതുപോലെ തന്നെ മല്ലിച്ചപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ലേശം ഉപ്പിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അധികം ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. നമുക്കത് അടിപൊളി ഒരു സാധനമാണ്. ഇതിനെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. രാത്രി ഡയറ്റീഷ്യന്മാർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എന്തായാലും ടാറ്റ ബൈ ബൈ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഓക്കെ.